അനുഭവിയായ അലിമിയായിട്ടെന്ന് കാണുവാൻ പലരും ഉണ്ടാകുമെങ്കിലും എത്രയോ ആളുകൾ സദസ്സ് തന്നെ ഉണ്ടാവും. അവരെ നമ്മൾക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ മനം കൊണ്ട് നിശ്ചയിക്കുന്നു, ഇങ്ങനത്തെ ഒരു അവസ്ഥ പെരുമാറിന്റെ വന്നുപോയല്ലോ, സമസ്തക്ക് വന്നുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും വ്യസനപ്പെട്ടുകൊണ്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. പലരും മനസ്സ് ഉരുകി നേർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ബന്ധുക്കളും നമ്മളൊക്കെ സുന്നത്തിയ മനസ്സിലാണോ അതിന്റെ പേരിൽ എല്ലാം മനസ്സും കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് തുറന്നു പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള എല്ലാ അതിന്റെ ചുറ്റുപാടിൽ അതിന്റെ എതിരിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം നല്ല ബുദ്ധി അല്ലാഹു നൽകട്ടെ. അതേ ഞാൻ പറയുന്നുള്ളൂ. അവർക്കെല്ലാം മനസ്സിലാക്കാൻ, കണ്ണു തുറക്കാൻ, ഈ ഉറച്ച യോഗം വീക്ഷിക്കാൻ ആള് വന്നിട്ടുണ്ടാവും. അതെല്ലാം ഇരിക്കില്ല. എന്തുവിടെ നടക്കുന്നു? ഇത്രയെല്ലാം പ്രലോഭനങ്ങളും കഠിനമായതായ വെളുക്കും ഉണ്ടായിട്ടും ഇത്രയും ജനങ്ങളിൽ ഇവിടെ കൂടിയാൽ അത് ചിന്തിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ലല്ലേ നമ്മളെ മക്കളും ബാക്കിയുള്ളവരൊക്കെ തന്നെ. രാഷ്ട്രീയക്കാരായ അവർക്കും ബുദ്ധിയില്ലാത്തവരല്ലല്ലോ. അവർ ആലോചിക്കും. രാഷ്ട്രീയക്കാർ ആവശ്യം എന്താ? വോട്ട് ചേർത്ത് കിട്ടില്ല. ഇത്ര ആളെ വോട്ട് പോയാൽ എന്താവും ഇവരെ കഥ? ഇത്ര ആളെ വോട്ടങ്ങ് പോയാൽ എന്താവും? ഇവരാരോ ആകട്ടെ. ഒരു മുസ്ലിം അല്ല എന്നാ പറയുന്നു തലകെട്ടൊക്കെ. അത് വഹാബി പറഞ്ഞോട്ടെ, നമ്മക്കത് പറയാൻ കഴിയില്ല. നമ്മളുടെ ശത്രുക്കൾ തന്നെ ചെയ്യും. അതിന് മാത്രം ഞങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആർക്കും മതിയിൽ സംശയം വേണ്ട. അങ്ങനത്തെ നിങ്ങളതിൽ കൂടിയിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചാൽ അതിന്റെ ഫലവും നിങ്ങൾ തന്നെ അത് കുടിക്കേണ്ടി വരും. വേറൊന്നും കൂടെ വരൂല. പ്രിയ സഹോദരങ്ങളെ, എന്ത് നടപടിയും എന്തെടുത്താലും നടപടി എടുക്കുന്ന ഇവിടെ എന്തിനാണ്? ഈ സമ്മേളനത്തിൽ കൊള്ളുന്ന അക്ബറുക്കബായിറ സുബിൽ മുഖിത്താത്ത എന്താണ് ഇതിന്റെ അർത്ഥം? എന്തെങ്കിലും ഒരു സംഗതി വിരക്കി നിൽക്കും കേൾപ്പിക്കുവാൻ സറയിൽ എന്ത് നിന്നോട് ചെയ്തു? അള്ളാഹുവിന്റെ അടുക്കലോ ജനങ്ങളെടുക്കലോ നിയമത്തിനടുക്കലോ ഗവൺമെന്റിനോടോ എന്തെങ്കിലും ഒരു തെറ്റിയില്ലെങ്കിലല്ലേ ഗവൺമെന്റ് ചെയ്യും. ഇപ്പമാണെങ്കിൽ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അറിയിച്ചത് അവരോട് നമ്മൾ ആ ഗവൺമെന്റ് എതിരായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ എല്ലാ ആളും തന്നിട്ടില്ല. നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആരോടെ നമ്മൾ ചെയ്യുന്നത്? ഞങ്ങൾ സുന്നത്തിയമായത്തിന്റെ പേരിൽ നമ്മൾ ഒരു സംഘടന ഉണ്ടാക്കി നിങ്ങളുടെ ചോളം തള്ളി കൊടുത്തും കൊടുത്ത് ആരായതിന്റെയൊക്കെ മുമ്പിൽ ആളുകൾ PMS പാലക്കാട്ട് PMS പുസ്തകങ്ങൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരിൽ നമ്മൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ. മഹാനവറുകളാണെങ്കിലും ഹയാത്ത് കാലത്ത് മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ചോദിച്ചത് എന്നെ ചോദിച്ചു എന്ന് അവർ മരിച്ചുപോയ അഹമ്മദാജി പറഞ്ഞു. അതിന്റെ ഒരു ദിവസം ചോദിച്ച ഉടനെ ഉള്ളാടത്തുള്ള ഞാൻ എങ്ങനെയോ അവിടെ അത്രയല്ല പറയാൻ തോന്നുന്നു. അതൊക്കെ വലിയ അതിശയമല്ലേ? ആത്മീയമായ സ്നേഹമാണത്. അവരെല്ലാം തന്നെ അങ്ങനെ നമ്മളുമായിട്ട് ബന്ധമുള്ളവരാണ്. മഹാനവറുകൾ മരിക്കുന്നതിന് മുമ്പ് അഹമ്മദാജി പറയുന്നു, രണ്ടാണ് ഞാൻ ചോദിച്ചത്. മലേഷ്യ റഹ്മാനെ കിട്ടുമോ? അത് മൂപ്പരെ അകമഞ്ഞ് സഹായിക്കുന്നൊരു മുതലാളിയാണല്ലോ. മറ്റൊന്ന് ചോദിച്ചത് ഉള്ളാളം താങ്കൾ കിട്ടുമോ? അപ്പം അഹമ്മദാജി പറഞ്ഞു, മലേഷ്യ റഹ്മാൻ മക്കളത്തിൽ എന്തോ ഒമ്പതിലുണ്ടോ ഒന്ന് ഫോണാക്കിയാൽ കിട്ടും. ഉള്ളാളത്തെ തങ്ങൾ ഇവിടുന്ന് അപ്പം കിട്ടുക. അന്ന് ഫോണൊന്നുമില്ല. കെട്ടി കൊടുക്കും. ഉള്ളാളപ്പം ഫോണ് ആയിട്ടില്ല. ഏതെങ്കിലും ആട്ടെ ഉള്ളാളം ഭാഗത്തേക്ക് ഉള്ളാളത്ത് പോകണമെന്ന് എട്ടികൾക്ക് പോകണില്ല. ഒന്ന് തിരിച്ചു നോക്കട്ടെ. തിരിച്ചിരിക്കും. ഫോൺ തിരിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചിരുന്നത്. അപ്പൊ പറഞ്ഞ കഥ. അപ്പൊ അങ്ങനെ അവർക്ക് ഞങ്ങളുടെ ബന്ധമാണ്. എന്നുള്ള ശിഹാബിതങ്ങൾ അവരെ നമ്മളൊരു വെറുപ്പുള്ളവരല്ല. എല്ലാ സാധാത്യവും സാധാക്കളെ എല്ലാവരും ബഹുമാനിക്കുന്നതാണ്. ഇവർ സുന്നീവര സംഘത്തിൽ കൂടിപ്പോയി നൽകുന്ന സാധാത്തല്ലാതാവുമോ? എന്താ അത്? ജമാഅത്തെ ഇസ്ലാമിൽ സാധാത്ത് ഊന്നിപ്പോയി എന്ന് പറയുന്നു.
ഞാൻ ഇതാണ് ഒന്നും അറിയാത്തത് തങ്ങളാണെങ്കിൽ ഇക്ക തങ്ങളെ ബഹുമാനിക്കറിയില്ല. സൂൽ ഖാത്തിമത്തിലേക്ക് പോണ പണിയൻ അല്ലാഹുവിനെ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കർമ്മധീരരായി യാതൊരു നിലക്കുള്ള ഒരു പേരും നിങ്ങൾ വെറുക്കണം. നിങ്ങൾ അള്ളാന്റെ മേലെ ഏറ്റുമതിയതോ ആരാണ് ഞങ്ങൾ വിശ്വാസത്തിന്റെ കുറവല്ലാതെ മറ്റെന്താ ഞങ്ങൾക്ക് എല്ലാ അവസരത്തിലും വേണ്ടാതെ അല്ലവീരാമനോ ഒറ്റത്തുമയെന്ന് കുലൂബും വിധിക്കില്ല. അലാ വിധിക്കില്ല എത്തുമയെന്ന് കുലൂ. വിശ്വസിച്ച മോമിനികൾ തൊട്ടുമയെന്ന് കുലൂബും വിധിക്കില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവരെ ഹൃദയം സമാധാനിക്കൂ. ഒരു കോടാനകോടി മുതലുള്ള ഒരു സ്വത്തുക്കാരനാണ്. എനിക്കാരെ പേടിക്കാനെന്താ? സ്വത്തില്ലേ? എനിക്കെന്താണ് പണത്തിന്റെ മുകളിൽ പണത്തെ മറക്കുമോ എന്ന് വിചാരിച്ചാൽ നിമിഷം കൊണ്ടവരെ ഉപ്പും ചെറുക്കൊക്കെ ഗതിയില്ലാതാക്കാൻ അള്ളാഹുവിന്റെ കഴിയും. പൂത്തിൽ നിൽക്കുമെന്താൽ നിൽക്കുമെന്താൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.